ഇഡ്ലി കേശു സിദ്ധുവളിനും ഭയങ്കര കൂട്ടല്ലേ. സിദ്ധുവളിയും വിളിച്ചാ പിന്നെ അവൻ ആരെയും വേണ്ട. സിദ്ധുവളെ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല, പക്ഷെ സിദ്ധുവളിന് കേശുവിനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അവര് പയ്യന്മാരല്ലയോ, അവര് തമ്മിൽ പോകാൻ വലിയ ഇഷ്ടം, അതുകൊണ്ടാ. പിന്നില്ലേ കേശു വരുമ്പോ ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് വരട്ടും. കാര്യാക്കണ്ടേ, ചുമ്മാ ഒരു ഫൺ. மெர்லின் கேசு உங்ககிட்ட மட்டும்தான் அடங்கி போறது நான் பார்த்திருக்கேன். வேற யாருக்கிட்டையும் அவன் அடங்கவே மாட்டான். അതാണ് ലേഡീസിന്റെ പവർ. അതെ, കേശു എൻ്റെ കൊച്ചുമോനാ. അവൻ ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കത്തൊന്നുമില്ല. ഒരു പരിധി വരെയൊക്കെ അവൻ ക്ഷമിക്കും. അത് കഴിയുമ്പോൾ അവൻ അവൻ്റെ സ്വഭാവം കാണിക്കും. ഇനിയിപ്പൊ അളിയനും കൂടെ പ്ലാൻ ചെയ്ത് പോയതാണോ? അങ്ങനെ വരാൻ വഴിയില്ല. രണ്ടുപേരും കൂടെ പോണ പോക്കൊക്കെ കണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് കൊതിയാവും. ഒരു ദിവസം രണ്ടും കൂടെ തമ്മിൽ തല്ലി പിരിയുന്നു. ലച്ചു, ഞാൻ തമാശക്ക് പറഞ്ഞതാ. പിന്നെ മനുഷ്യന്മാരല്ലേ അമ്മൂമ്മേ, ചെറിയ ചെറിയ അടക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആവാലോ. ലച്ചു, എന്തോന്ന് അങ്ങനെയുള്ള തമാശയൊന്നും പറയണ്ട. പറയുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? അമ്മേ അളിയൻ പുളിയെ വിളിച്ചപ്പോ കൂടെ ഇറങ്ങി പോയപ്പോ ആലോചിക്കുന്നുണ്ട്. നിന്നെ വേണോടത്തല്ല നിന്നെ വരുന്നുണ്ടോ? ഞാൻ വരുന്നു, വാളി നമുക്ക് പോവാം. പോയി എന്തത്? ഓ മറ്റേ സമയമോശത്തിന് ഇറങ്ങി അങ്ങ് പോവും. അയ്യനിക്ക് ആരാ വെള്ളം കിട്ടുമോ ഇവിടെ? ചേട്ടൻ വന്നായിരുന്നാ? ഇല്ലടി, ചേട്ടൻ പോയി. നിനക്കെന്ത്? ഇത് എത്ര നേരം നീ പോയിട്ട്? അരമണിക്കൂർ എന്ന് പറഞ്ഞു പോയതല്ലേ നീ? സിദ്ധുവളിയും പറഞ്ഞോണ്ട് മാത്രമാ ഞാൻ ഇവിടെ നിന്ന് ഇത്ര നേരം. സിദ്ധുവളിയും പറഞ്ഞിട്ട് മാത്രമാണോ മക്കളോട് നിന്ന്? എന്നാ പിന്നെ വെയിറ്റ് ചെയ്യാം, അളിയും വരൂ. ഇപ്പൊ കീരകത്തും കൊണ്ട് നിനക്ക്. നീ എനിക്കിനെ പൊട്ടിത്തെറിക്കണെന്തിനാ? അയ്യോ, ഞാൻ അടുപ്പത്തിട്ട് കടുക് എന്നൊക്കെ തിരുമ്പളേ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ, അതേപോലെ ഞാൻ പൊട്ടിത്തെറിക്കും ചിലപ്പോ. അളിയനോടെ നീ വിളിച്ചു വരടി, നീ വിളിച്ചു വരങ്ങേരെ. എവിടെന്ന്? ചേട്ടാ പ്രശ്നം എന്തോന്ന് പറ. അയ്യോ, എനിക്കൊരു പ്രശ്നമില്ല എന്റെ പൊന്നുമക്കളെ. ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഒറ്റ പ്രശ്നം. വിളിച്ചോടനെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. ഞാനും വരണ എന്ന് പറഞ്ഞിട്ട്. എന്താടാ സിദ്ധു എവിടെ? സിദ്ധുവേ ഇപ്പൊ എന്റെ പോക്കറ്റ് ഞാൻ കൂടി ചാടിപ്പോയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിടിച്ചു തരാം, മതിയാ? എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാ തമാശ പറയുന്നേ? ശരി, എന്നാ പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ലച്ചേച്ചേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഭർത്താവ്, അങ്ങേടുത്ത് പറഞ്ഞേക്ക് ഇനി മേലെ എന്നെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്ന് വല്ലതും വന്ന് പറഞ്ഞ് വിളിച്ചാ ഞാൻ എന്റെ വായത്തോണം വല്ലതും വിളിച്ചാൻ പറയും. പിന്നെ ഇവിടെ നിന്ന് മോങ്ങിട്ട് കാര്യമില്ലെന്ന്. என்னடா கேசு இது? நீ சித்து கிட்ட சண்டை போட்டியா? അയ്യാ, സണ്ട പോട്ട്. ആര് സണ്ട പോടാൻ പോയത്? ഞാൻ ഇവിടുന്ന് വരിയാക്കി ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിൽ പോയായിരുന്നാ. ഇവിടുന്ന് എന്താ ആ ഊട് വഴി കയറി ഞാൻ അങ്ങോട്ട് പോയി കട്ടടിച്ച് കയറാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ റോട്ടിലോട്ട്. എങ്ങോട്ടാ? ഇവിടത്തോട്ടല്ലേ പോയത്. മറ്റേ വഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. ഈ വഴി ഞാൻ കട്ട് ചെയ്ത് കയറിയപ്പോ മുതൽ അങ്ങേര് തുടങ്ങിയതാണ്. അയ്യോ, നീ എന്തിനാടാ ഈ വഴി കയറിയത്? ഈ വഴി ഇടുക്കി പിടിച്ച വഴിയാണ്. അത് കണ്ടോ ഇത് കണ്ടോ, ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ എന്ത് ചെയ്യും, മറ്റെയാണ് മറിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ദുബായി കിടന്ന് അങ്ങനെ എങ്ങനെ അറിയാം ഇവിടുത്തെ വഴി? നീ ഈ ചെറിയ കാര്യത്തിനാണ് അവൻ ഇത്രയും ചീത്ത വിളിക്കണത്? ചീത്ത വിളിച്ചാ? ആര് ചീത്ത വിളിച്ച്? ഞാൻ ചീത്ത വിളിച്ചാ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. ചാച്ചക്കൊരു കാര്യം അറിയൂ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന വഴിക്ക് 2 റൗണ്ടാണ്. 2 റൗണ്ട് അങ്ങനെ മണ്ടക്കിട്ട് കൊട്ടിയത്. നോക്കി ഓടിയിടടാ നിന്റെ വണ്ടി ഓടിപ്പ് ശരിയില്ലെന്ന് പറഞ്ഞിട്ട്. അത് സിദ്ധു പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നിന്റെ വണ്ടി ഓടിപ്പ് ശരിയല്ല. അമ്മായി ചുമ്മാ ഈ സമയത്ത് ആവശ്യമില്ലാത്ത പറയല്ലേ കേട്ടോ. ഇതൊക്കെ പോട്ട് ഞാൻ അങ്ങ് വിടും. അളിയല്ലേ, തലക്കിട്ട് കൊട്ട ശാസിക്കാനുള്ള അധികാരം ഞാൻ കൊടുത്തു പോയി. നമ്മൾ ഇത്രയും വെയിലത്ത് വിയർത്ത് കുളിച്ച് നശിച്ച് നാരായണക്കല്ലെടുത്ത് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ദാഹിച്ചാ എന്തു കുടിക്കും? മോര്. എന്താണെങ്കിലും തണുത്ത എന്തെങ്കിലും വെള്ളം ഇല്ലെങ്കിൽ ഒരു ജ്യൂസ് മേടിച്ച് കുടിക്കുവോ? അങ്ങേക്ക് എന്തോ മേടിച്ചെന്നറിയോ? അങ്ങേരെന്തോ മേടിച്ച് കുടിച്ചെന്നറിയോ? തിളച്ച ചായ. അങ്ങേർക്ക് തിളച്ച ചായ കുടിച്ചേ പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് കണ്ണാടിക്കകത്ത് കിടന്ന കുറച്ച് പഴംപൊരി ഉണ്ടപ്പൊരി കുറെ എണ്ണക്കടിയെല്ലാം അവിടെ കണ്ടപ്പോൾ തന്നെ ആക്രാന്തം. ഇങ്ങനെ കൊണ്ടോ ഒരു ആക്രാന്തം? ഇങ്ങനെ കൊണ്ടോടോ? 4 പഴംപൊരി 3 വടയാണ് അങ്ങനെ ഒറ്റയിരിപ്പിനെ തിന്നത്. എന്നിട്ട് അങ്ങനെ ഒരു ചായ പോയാ, ഒരു ചായയും ഒരു കാപ്പിയും മേടിച്ച് കുടിച്ചേക്കണം. അങ്ങനെ എന്നോട് കുടിക്കേ
നിനക്ക് വാങ്ങിച്ചെന്നില്ലേ? വാങ്ങിച്ചു തന്നു. യേശുവേ എന്തോന്നാണിത്? കുഞ്ഞി പിള്ളേരെ പോലെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് തർക്കിക്കണത്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ ഇവിടുന്ന് പോയത്? നീ കുഞ്ഞിപ്പിള്ളേർന്ന് മിണ്ടി പോലും കൊച്ചേ. അങ്ങനെ തന്നെ പറയണത്. കൂട്ടുകാരുടെ ഫ്രണ്ടി വെച്ചിട്ട് യവൻ ചെറിയ ചക്ക, യവനൊരു തേങ്ങ അറിഞ്ഞൂടാ, കൊച്ചു പപ്പ പുള്ള. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ്. ചേട്ടാ ഇപ്പൊ ജ്യൂസ് കുടിച്ചില്ലേ? ആടേ ഇപ്പം വരും നിന്റെ അളിയൻ ജ്യൂസ് മേടിച്ചോണ്ട്. വെയിറ്റ് ചെയ്തിരുന്നോ കൂച്ചാനായിട്ട്? ഇതൊക്കെ പോട്ട് അവിടെ ഇരുമ്പനെത്തിയപ്പോ പറയണ്, എടാ ഒരു കാര്യം ചെയ്യ്, നീ നേരെ തിരുവാങ്കുളത്തോട്ട് വണ്ടി വിടായി. എന്തിനെന്ന് എങ്ങോട്ടോന്നൊക്കെ ചോദിച്ചപ്പോ പറയണ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന്. പിന്നെ ഞാൻ അറിയാതെ ഞാൻ പിന്നെ വണ്ടി എങ്ങോട്ടോട്ടിക്കാനാണ്? கேசு அப்ப நீங்க ஃப்ரெண்டோட வீட்டுல போகவே இல்லையா? അയ്യോ, ഫ്രണ്ടോടെ വീട്ടിൽ പോയ കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ എൻ്റെ പൊന്ന് കനകാന്റിയേ. ഞങ്ങളവിടെ ചെന്ന് തിരുവാങ്കുളത്ത് ഫ്രണ്ടിനെ എല്ലാവരെയും കണ്ട് സന്തോഷമായി. അവർ വീട്ടിൽ കയറി ഇരുന്ന് അവർ ചായയും മറ്റേ പരിപ്പൊടി അതൊക്കെ തന്ന് അതൊക്കെ തിന്ന് മിച്ചറും തന്ന് അതും തിന്ന് ശരി സമാധാനം ചെന്നാൽ പിന്നെ ശരി ഞങ്ങൾ ഇറങ്ങിയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അയ്യോ വന്ന് കയറിയല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഇറങ്ങിപ്പോയല്ലേ, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കറിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ്. ശരി എന്നാൽ പിന്നെ ഓക്കെ. അപ്പോൾ പറഞ്ഞ് അയ്യോ സ്പെഷ്യലൊന്നുമില്ല, നിങ്ങൾ വരുന്നതെന്ന് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ മീനോ എന്താന്ന് വെച്ചാൽ മേടിച്ച് വെക്കായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഉടനെ അളിയൻ, അയ്യോ എനിക്ക് കരിമീനാണെങ്കിൽ ഇന്ന് കഴിക്കാൻ നല്ല മൂടുണ്ട്, കരിമീൻ കഴിക്കാൻ. അവിടെ അടുത്ത് വെച്ചേക്കണ ആരെങ്കിലും കരിമീൻ ഇല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ പോയി മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവരിറങ്ങി. അയ്യോ നിങ്ങൾ പോകണ്ട, എൻ്റെ അളിയൻ നമ്മുടെ പയ്യ എവിടെ ഇരിക്കല്ലേ, അവൻ പോയിട്ട് വരുമെന്ന്. ശരി അളിയല്ലേ, അളിയന് കരിമീൻ കഴിക്കാൻ വീട്ടിലാഗ്രഹം വരുമ്പോൾ നമ്മൾ പോയി മേടിച്ചോണ്ട് വരുമല്ലോ. ഞാൻ ഇറങ്ങിപ്പോയി കരിമീൻ മേടിച്ചോണ്ട് വന്ന് കൊടുത്ത് ബൈക്കിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ അയ്യാ ഞാൻ തിടാൻ തക്കാളി ഇല്ല ഇറങ്ങൂല്ലല്ലോ അങ്ങേർക്ക് മീൻ കറി. പോയി തക്കാളി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ്. ശരി ഞാൻ ഇറങ്ങി തക്കാളി മേടിക്കാൻ. അയ്യോ ബൈക്ക് എടുത്തോണ്ട് പോകണ്ട, കടയെടുത്തില്ല നടന്നു പോടാന്ന് അങ്ങേര് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. അങ്ങേര് പോയി മേടിച്ചോണ്ടൊന്ന് കൊടുത്ത് തക്കാളി. അത് കഴിഞ്ഞപ്പോൾ പറയണേ അരി വെള്ളത്തിയിരിക്കുന്നു, പച്ചരി കൊണ്ടുപോയി പൊടിപ്പിച്ചോണ്ട് പാടാന്ന്. അവരെ വിട്ടില്ല, എന്നെ വിട്ട് ഒരു ചാക്ക് അരിയും തന്ന് ഞാൻ കൊണ്ടുപോയി ചാക്ക് തൂക്കിക്കൊണ്ട് മില്ലിന് പൊടിപ്പിക്കായി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വരവാണ്. മില്ലും ചാക്കും തേങ്ങയൊക്കെ കൂടെ മില്ലി ഇരിപ്പുണ്ട്, അരിയും ചാക്കും എല്ലാം അവിടെ മില്ലി ഇരിപ്പുണ്ട്. വണ്ടി ആ കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് 100 രൂപ ഇട്ടുതരാൻ വേണ്ടി ചേച്ചിയെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത്. അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ്. അവസാനം ലിഫ്റ്റ് വെച്ചാണ് ഞാൻ ഇവിടെ വരെ വന്നത്, അറിയൂ? എടാ അതിൽ നീ ഇത്ര തെറ്റ് കാണണ എന്തിനാ? നിന്റെ അളിയനല്ലേ. ആ അത് തന്നെ, നിനക്ക് മൂത്ത ചേട്ടനെ പോലല്ലേ, പിന്നെന്താ കുഴപ്പം? മൂത്ത ചേട്ടൻ കുറച്ച് മൂത്തോയി, അതാണ് അങ്ങനെ പ്രശ്നം. വെക്കാ പോട്ട് ഞാനങ്ങ് ക്ഷമിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ തേങ്ങ തിരുവിക്കൊണ്ടിരുന്നപ്പോ, മീൻകറിക്ക് തേങ്ങ തിരുവിക്കൊണ്ടിരുന്നപ്പോ ആ കൂട്ടുകാരൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ച്, മക്കളെടാ നീ എന്ത് പഠിക്കണേന്ന്. അപ്പൊ അളി എന്തോ പറഞ്ഞെന്നറിയോ? യവൻ വലിയ ഭാഷാപണ്ഡിതം കളിച്ച് BA മലയാളം എടുത്ത് തെണ്ടി തിരിഞ്ഞ് കുത്തോളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. യവനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന്, ഒരു ഗുണവും ഇല്ലാത്തവനാണ്, ഇങ്ങനെ തേങ്ങ തരുവി തിന്നോണ്ടിരിക്കാൻ യവനെ കൊണ്ട് കൊള്ളത്തുള്ളെന്ന്. എന്നിട്ടൊരു ചിരിയോ അങ്ങേര് ഇങ്ങനെ തന്നെ ചിരിച്ചത്. അങ്ങനെയല്ലടാ, അതളിയൻ ചുമ്മാ തമാശ പറഞ്ഞതായിരിക്കുന്നേ. അയ്യോ തമാശ പറയാൻ വലിയ ഹാസ്യ താരമല്ലേ അങ്ങേര്. വൃത്തിക്കൊരു കോമഡി പറഞ്ഞ് വലിപ്പിക്കാൻ അറിഞ്ഞൂടെ അങ്ങേരെ കൊണ്ട്. അങ്ങേരാ കോമഡി പറയണേ. കേശുവേ നീ കൊറേ നേരമായിട്ട് എന്നെ ഭർത്താവിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. കൊണ്ടാ തനിക്ക് കൊണ്ട ഞാൻ പറഞ്ഞപ്പോ തനിക്ക് കൊണ്ട. അപ്പൊ ആ വേട്ടാവളിയന്മാരെല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് എന്നെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എത്ര കൊണ്ട് കാണും? ചേട്ടാ അപ്പൊ കരിമീൻ കറി തിന്നില്ലേ? ഞാൻ വിചാരിച്ചിട്ട് അടിക്കാൻ വരുമായിരിക്കും. ലച്ചു, നിന്റെ നാക്ക് സൂപ്പറായിട്ടുണ്ട്. ചേച്ചി അടിച്ചു വരികയെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അടിച്ചു വരികയെന്ന് വിചാരിച്ചില്ല.